പത്മശ്രീ ചിത്രയാണ് ഇന്ന് സ്നേഹപൂർവ്വത്തിൽ. ഹലോ ഹലോ. വോയിസ് ശരിയില്ല എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ആകെ തൊണ്ട കെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, ഈ ഒരു പാട്ട് ആദ്യം മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലിങ്ങനെ അത് ഉൾവാങ്ങിയിട്ട് പിന്നെ ഒരു പാടുന്നതിന് മുൻപിലുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായിരിക്കും? എങ്ങനത്തെ ഒരു തയ്യാറെടുപ്പായിരിക്കും? നമുക്കിപ്പോൾ അങ്ങനെ ശരിക്കും തയ്യാറെടുപ്പിന് അങ്ങനെയൊന്നും സമയം കിട്ടുന്നില്ല. രാവിലെ റെക്കോർഡിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ലിറിക്സ് തരും, അത് എഴുതിയെടുത്ത് കഴിഞ്ഞ് മ്യൂസിക് ഡയറക്ടർ ട്യൂൺ പഠിപ്പിച്ച് തരും. പഠിച്ചു കഴിഞ്ഞ് 1-2 പ്രാവശ്യം തന്നെ പാടി നോക്കിയിട്ട് മൈക്കിന് മുമ്പിൽ പോവാണ്. അങ്ങനെ 2-3 ഓർക്കസ്ട്രയുടെ കൂടെ 1-2 റിഹേഴ്സൽസ് ചെയ്യും ഹെഡ്ഫോണിൽ. പണ്ടത്തെ പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ആ സിസ്റ്റം ഇപ്പം ഇല്ല. അതില്ല. ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു അതിന്റെ ഒരു ഗുണനിലവാരം ഇന്നില്ല. അല്ല, അതിന്റെ ഗുണം എന്നുള്ളതല്ല, അത്രയും നേരം ആ എൻവയോൺമെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പാട്ടും ആ ശ്രുതിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ മാറിപ്പോകാനുള്ള ചാൻസസ് കുറവാണ്. ഇപ്പോൾ ആ ഒരു പല്ലവി അങ്ങനെ എടുത്തു പോകുന്നതുകൊണ്ട് പിന്നെ അത്രയും ഒരു ഇൻവോൾവ്മെന്റ് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അതിൻ്റെ ഒരു തോന്നുന്നു. മറ്റേതാകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഒരു ഇതേ വേറെയായിരുന്നു ശരിക്കും. ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു എല്ലാവരും കൂടെ പാടുന്നവരെയും മ്യൂസീഷ്യൻസിനെയും എല്ലാവരെയും കാണാൻ നമുക്കൊരു അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ഒരു അവസരമുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, തന്നെ ഒരു റൂമിൽ നിൽക്കണു, ട്രാക്ക് തരും, പാടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ഡ്യൂറ്റ് ഒക്കെ ആദ്യ കാലത്ത് നോക്കുമ്പോ ഒരു ചെറിയ ചെറിയ സംഗതികൾ ഉണ്ടാവേ ഇടയ്ക്ക്. അതാ പറഞ്ഞ അപ്പൊ ഒരുമിച്ച് പാടുമ്പോ ഇപ്പം മെയിൽ വോയിസ് ഇപ്പൊ ആരാ പാടുന്ന വെച്ചാൽ അവരെന്തെങ്കിലും ഒരു ഇംപ്രവൈസ് ചെയ്താല് അതിനൊപ്പം അത്രയും ഇല്ലെങ്കിലും അതിനൊപ്പം ഒരുവിധമെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും ഫീമെയിൽ നമുക്ക്. ഇപ്പം മോസ്റ്റ്ലി ഞാനായിരിക്കും ആദ്യം പാടുന്നത്, ഫീമെയിൽ ഞാനായിരിക്കും ആദ്യം പാടുന്നത്. കൂടെ പാടുന്ന ആരാന്ന് പോലും ആ സമയത്ത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഡ്യുവറ്റാണ് മെയിൽ സിംഗർ ആരാന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ എനിക്ക് അവരോടും പറയാം ഫീമെയിൽ ആരാന്നുള്ള. അതുകൊണ്ട് നമുക്ക് ആരാ കൂടെ പാട്ടൊക്കെ വെളിയിൽ വരുമ്പോഴേ, കാസറ്റ് പുറത്ത് വരുമ്പോഴേ ആരാണ് കൂടെ പാടുന്നതെന്ന് തന്നെ അറിയുള്ളൂ ഇപ്പോൾ. അതിന്റെ ഫ്ലേവർ തന്നെ അറിയണത്. ഓ, നമ്മുടെ വോയിസും അവരുടെ വോയിസും എങ്ങനെയാണ്. പണ്ട് A.R. റഹ്മാൻ സാറിന്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഇതുപോലെയായിരുന്നു. പാട്ടിന്റെ പൂർണ്ണമായിട്ട് എങ്ങനെ വരും, റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള പാടുമ്പോൾ നമുക്കറിയില്ല. ആദ്യം പാടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫീലിന് വേണ്ടിയിട്ട് ശ്രുതിയും റിതം പാറ്റേണും തരും ഹെഡ്ഫോണിൽ. അത് കേട്ട് നമ്മൾ നമ്മുടെ പോർഷൻസ് പാടുന്നത് കൃത്യമായിട്ട് അത് എവിടെ ആണെന്നുള്ള അറിയില്ല. നമ്മുടെ ഇഷ്ടത്തിന് പാടുന്ന പുള്ളി അത് എവിടെയാണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് രീതി. അപ്പോൾ കാസറ്റ് പുറത്ത് വരുമ്പോഴേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ഇരിക്കും, ഇത് ആരാണ് കൂടെ പാടിയത്, കോറസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അപ്പോഴേ അറിയാൻ. നമ്മൾ പാടുമ്പോൾ ഒന്നും അറിയില്ല. ഓർക്കസ്ട്രേഷനും പാടിയ അതെ അതിന് ശേഷമാണ് പുള്ളി ചെയ്യുന്നതല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് പാടുമ്പോൾ ഒരു വ്യത്യാസമായിരുന്നു. അതുവരെ പാടിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള രീതിയായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ മലയാളത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഫുൾ സോങ് നമുക്കറിയാം. ഇപ്പോൾ മലയാളത്തിൽ നോക്കുമ്പോൾ എസ് ജാനകിയും പി സുശീലമ്മയായിരുന്നു മറുഭാഷ ഗായികരായിരുന്നു. വാണിയമ്മയും ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ചിത്ര വന്നത്. പക്ഷെ ചിത്രയ്ക്ക് ശേഷം അടുത്ത തലമുറയിൽ ശ്രദ്ധിക്കപ്പെടാവുന്ന അത്ര ഒരു നല്ല ഗായികമാർ വന്നിട്ടില്ലല്ലോ എന്ന്. എനിക്ക് മുമ്പ് സുജാതയും ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഞാൻ വന്നത്. എനിക്ക് ശേഷം ഇപ്പം ജ്യോത്സ്ന, അവരൊക്കെ ജ്യോത്സ്നയൊക്കെ വളരെ പോപ്പുലറാണ്. ജ്യോത്സ്ന, റിമി, ടോമി, അങ്ങനെ ഇപ്പോഴത്തെ തലമുറയിലെ കുറെ കുട്ടികളുണ്ട്. നോട്ട് വിത്ത് എ ബാങ് എന്നും തോന്നുന്നുണ്ടല്ലോ. ഷീസ് വെരി പോപ്പുലർ. ഇവിടെ തന്നെ മലയാളത്തിൽ നിന്ന് തമിഴകത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും ദേ സ്റ്റാർട്ടഡ് ഒരു ചിന്നക്കുയിൽ ഇപ്പൊ കൂടെ ഐ തിങ്ക് ഇറ്റ് ഇസ് ലൈക്ക് ദേ ഡോണ്ട് ഹാവ് ടു സേ ചിത്ര. ചിന്നക്കുയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ മനസ്സിലായി, ഇത് വാദ്യാർ എന്ന് പറഞ്ഞ MGR മാറി. അതെങ്ങനെയാ പേര് എനിക്ക് വീണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സോങ് ചിന്നക്കുയിൽ പാടും പാട്ട് അതായിരുന്നില്ല. ഫസ്റ്റ് സോങ് പൂജക്കേറ്റ പൂവിത് എന്നുള്ള പാട്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് TV-യിൽ വന്ന പാട്ട് ഈ ചിന്നക്കുയിൽ പാടും പാട്ട് കേൾക്കുക എന്നുള്ള പാട്ടായിരുന്നു. എനിക്കോട് അങ്ങനെയാണെന്ന് ചിന്നക്കുയിൽ എന്നുള്ള പേര് വന്നത്. എങ്ങനെയാ ഈ പേര് തന്നെ അറിയില്ല. എങ്ങനെയാണ് ഈ തമിഴകത്തിൽ ഇങ്ങനത്തെ ഒരു അഡ്മിറേഷൻ? ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ്? ഹൗ ഡിഡ് യു ഫീൽ? ഐ ഫീൽ വെരി ഹാപ്പി. ബിക്കോസ് അങ്ങനെയല്ല, നമ്മളിപ്പം എവിടെ ചെന്നാലും തമിഴ്നാട്ടിൽ കുറെ കൂടുതൽ നമ്മളിപ്പോൾ പേര് വിളിക്കില്ല, എല്ലാവരും അമ്മ ചേർത്തേ വിളിക്കുള്ളൂ. അങ്ങനെ കുറെ കൂടെ കൂടുതൽ റെസ്പെക്റ്റ് കാണിക്കാറുണ്ട്. പിന്നെ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് വരും ഒരിക്കലും മറച്ചു വെക്കില്ല. വളരെ ഓപ്പൺ ആയിട്ട്
അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമ്മളെ കണ്ട ഞാൻ ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉം. അങ്ങനെ കാണിക്കും. അതേസമയം മലയാളികളാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിലെങ്ങാനും നിൽക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ കാണിക്കുകയല്ലാതെ ഓടി പെട്ടെന്ന് അങ്ങനെ ഓടി അടുത്തില്ല. ചെറിയൊരു അവർക്കൊരു ചെറിയൊരു ഇതുണ്ട്, അങ്ങനെ അങ്ങ് പോയാൽ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ളൊരു അങ്ങനെ ആ ചമ്മലും തമിഴിലില്ല. അവരെന്തുണ്ടെങ്കിലും വളരെ ഓപ്പൺ ആയിട്ട് വന്ന് കാണിക്കും. അത് കാണുമ്പോൾ ഒരു സംടൈംസ് വിൽ ബി ടേക്കൻ അബാക്ക്. ഭയങ്കര സന്തോഷം തോന്നും സത്യം പറഞ്ഞാൽ. ഇപ്പം കടയിലൊക്കെ നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ധൃതിയിൽ നിൽക്കുന്ന സമയത്ത് വന്നാൽ നമുക്ക് ഉള്ളുകൊണ്ടൊരു പ്രയാസം തോന്നുമെങ്കിൽ നമ്മൾ ശപ്പം ഒന്നും പുറത്ത് കാണിക്കില്ല, സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ എത്ര നേരമില്ലെങ്കിലും എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഒറിയ പോലെയുള്ള ഭാഷയിലൊക്കെ പാടിയിട്ടുണ്ട്, അവിടെയും യു ഹാവ് ബീൻ ക്വൈറ്റ് സക്സസ്ഫുൾ. എങ്ങനെ കഴിയണോ? ഇല്ല, ഒറിയയിൽ ഒരുപാട് പാട്ടൊന്നും പാടിയിട്ടില്ല. ഒറിയയും ബംഗാളിയും ചേർത്തൊരു 15 പാട്ടിൻ്റെ ഉള്ളിലേ പാടിയിട്ടുള്ളൂ. അത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആ ലാംഗ്വേജ് അറിയില്ല. അത് ഞാൻ ഹിന്ദിയിൽ തന്നെ എഴുതും. എന്നിട്ട് ഉച്ചാരണത്തിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ എൻ്റെ തന്നെ ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ടാക്കും. അതിന് അവർ ഉച്ചരി ചിലത് ബംഗാളിയിൽ ഓ കാണും, ഇതിൽ ഓ അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട് ഓരോ ഉച്ചാരണത്തിനും. അതിനൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു സിഗ്നൽ ഒരു സൈൻ ഇട്ടിട്ട് പിന്നെ ഓരോ വേർഡിൻ്റെയും മീനിങ് ഒരുപാട് മറ്റുള്ള ഭാഷകൾ പാടുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും. എന്ന് വെച്ചാൽ ഓരോന്നും ഒരു വിശദമായിട്ട് പറഞ്ഞു തരും, മീനിങ് എന്താണെന്നും അത് എന്ത് സിറ്റുവേഷൻ എങ്ങനെയാണെന്നും ഓരോ ലൈനിൻ്റെയും മീനിങ് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പാടുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. പിന്നെ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ കൂടുതലായിരിക്കും പാടുമ്പോൾ. ഏത് ഭാഷയാണ് മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളും കേട്ടിട്ടുണ്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏത് ഭാഷയാണ് കേൾക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ഭാഷ എന്ന് പറയുന്നത്? സൗത്ത് ഇന്ത്യൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നോർത്ത് അത്ര കേൾക്കുമ്പോൾ ഒരു നല്ല ഒരു സൗണ്ട്. കൂടുതൽ ഏറ്റവും പാടാനൊക്കെ ഏറ്റവും കൂടുതൽ സുഖമുള്ള ഭാഷ എന്ന് പറയുന്നത് മോസ്റ്റ്ലി തെലുങ്കാണ്. തെലുങ്ക് കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിനും കന്നഡയ്ക്കും ട്യൂണിനനുസരിച്ച് ചില വാക്കുകൾ ഓടിക്കാൻ പറ്റില്ല. തെലുങ്കിന് പറ്റുമോ? തെലുങ്കിന് പിന്നെയും തെലുങ്ക് ഞാൻ ഇതുവരെ പാടിയിട്ടുള്ള പാട്ടുകളിൽ മിക്കവാറും എല്ലാം ആ ലിറിക്സുമായിട്ട് അങ്ങ് നല്ലോണം അതിനനുസരിച്ചുള്ള ലിറിക്സ് കുറച്ചൊക്കെ അങ്ങനെ കുറച്ചൊരു ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നു. തമിഴും കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ മദർ ടങ് മലയാളമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് തന്നെ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം വരുന്നത് തമിഴാണ്. ഇല്ല, അതിപ്പോൾ ദാസേട്ടനും അങ്ങനെയാണ്. ദാസേട്ടനും ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ തന്നെ ചിലതൊക്കെ തന്നെ കമ്പോസ് ചെയ്ത് എഴുതി സ്റ്റേജിൽ പാടാറുണ്ട്. എല്ലാം മിക്കവാറും എല്ലാം തമിഴിലായിരിക്കും. എനിക്കൊന്ന് കുറച്ചുകൂടെ നമുക്കൊരു ക്രിയേഷൻ എളുപ്പം തമിഴാന്ന് തോന്നുന്നു.